അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖത്മുൽ ഖുർആൻ്റെ 66-ാമത്തെ ക്ലാസ്സും സൂറത്തുൽ അൻആമിൻ്റെ 71-ാമത്തെ ആയത്ത് മുതലുമാണ് നമ്മുടെ ക്ലാസ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും എന്ന ആ ഉറച്ച വിശ്വാസത്തോടു കൂടെയാണ് നമ്മളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇഖ്ലാസോടുകൂടെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا. കാണുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഉപകരിക്കുമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാണുന്നവരൊക്കെ എന്ത് ചെയ്യാവുന്ന ഫുൾ സ്ക്രീനിൽ കാണുക. നമ്മുടെ ക്ലാസ് നഷ്ടപ്പെടാതെ ലഭിക്കണമെങ്കിൽ താഴെ ഉള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ലഭ്യമാവുകയും അതുപോലെ തന്നെ വ്യത്യസ്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ബട്ടൺ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ സ്പെഷ്യലായിട്ട് യൂട്യൂബിലുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. قل أندعو من دون الله ما لا ينفعنا من دون الله ينفعنا. രണ്ട് സ്ഥലത്തും നൂനിൻ്റെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇഖ്ഫാ ചെയ്യണം, മറച്ച് പണിക്കണം. മിൻ മിൻ ദൂനി എന്ന് വ്യക്തമാക്കരുത്. ولا يضرون ونرد على أعقابنا بعد إذ هدانا الله. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. വഖഫ് ചെയ്യുമ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക. ഇപ്പോൾ വനുറദ്ദു അലാ അഅഖാബിന അവിടെ നീട്ടാനുണ്ട്, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ബാക്കിയുള്ള തൻവീൻ ഫത്ത് ഉള്ള സ്ഥലത്ത് തൻവീൻ ഫത്തോടു കൂടെ അവസാനിപ്പിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂന് കൊടുക്കുക. അപ്പോൾ മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉന അവിടൊക്കെ നീട്ടാറുണ്ട്, നീട്ടുക. വല യദുറൂന വനുറദ് വനുറദ് അവിടെ ദാലിന് സുക്കൂൻ ചെയ്യണം, കാരണം നീട്ടാനില്ല. തൻവീൻ ഫത്തുഹുമല്ല ഹാത്താവുമല്ല. വനുറദ്ദു അലാ അഅഖാബിന ബഅദ ഇദ് ഹദാന അല്ലാഹ് കല്ലദി ഇസ്തഹ്വതുഹു അശ്ശയാത്തീൻ കല്ലദി ഇസ്തഹ്വതുഹു അശ്ശയാത്തീൻ. നൂന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ നീട്ടാനുള്ള അക്ഷരങ്ങൾ അലിഫ് യാ വാവാണ്. തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമുണ്ടെങ്കിൽ അവിടെ അല്പം നീട്ടേണ്ടതാണ്, മധ്യ ആരിന്ന് വരും. കല്ലദി ഇസ്തഹ്വതുഹു അശ്ശയാത്തീനു ഫിൽ അർള് الشياطين في الأرض حيران له أصحاب يدعونه. അവിടെ നീട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിർത്തുകയാണെങ്കിൽ പിന്നെ അവിടെ നീട്ടൂല. യദുഊന ഹാഇന് സുക്കൂൻ കൊടുത്തു. ഹാത്താക്കുന്നതും അവിടെ നിർത്തുകയാണെങ്കിൽ സുക്കൂന് അവിടെ സുക്കൂനോടുള്ള ഹാഇന് സുക്കൂനാണെങ്കിൽ അവിടെ പിന്നെ ഹാഇന് സുക്കൂനാക്കി കൊടുക്കുക. ഹാത്ത ആണെങ്കിൽ അവിടെയും ഹാത്ത ആക്കി ഹാത്തായിനെ മാറ്റിയിട്ട് സുക്കൂനുള്ള ഹാ ആക്കി മാറ്റേണ്ടതാണ്. യദുഊനഹു ഇലൽ ഹുദഅതിനാ ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അവിടെ നീട്ടാൻ അലിഫുണ്ട്. ഹുദാ അവിടെ നിർത്തുമ്പോൾ ഹുദാ. വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. വഉമിർനാ ഇവിടെ റാഇന് സുക്കൂനാണ്, മുമ്പ് കസ്ർ വന്നു. തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. വഉമിർന
അല്പം ചില പദങ്ങൾ മാത്രമേ വ്യത്യാസമുള്ള പദങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ റാഇന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ മുമ്പുള്ള അക്ഷരം മീമാണ്, മീമിന് കസറാണ്. കസർ വന്നാൽ വ ഉമിർ എന്ന് പറയില്ല. വ ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ, റബ്ബില്ലാ എന്നല്ല, അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ബിൽ ആലമീൻ, ലിറബ്ബിൽ ആലമീൻ. ലിറബ്ബില്ലാ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ നമ്മൾക്ക് അറിയാതെ ചിലപ്പോൾ അങ്ങനെ ഓതിപ്പോകാൻ സാധ്യതയുണ്ട്. അറിയുന്ന ആളുകൾക്കും അത് പേച്ചു പോകാൻ സാധ്യതയുണ്ട്. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وأن أقيموا الصلاة إن متي سكون لها آيتماتم وأن അവിടെ വ്യക്തമാക്കണം. നൂനിന്റെ ശേഷം ഹംസയാ വന്നിട്ടുള്ളത്. അൻ വഅൻ അ ശേഷമുള്ളത് ആ എന്നാണ്, ഹംസയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ ഇതൊക്കെ ഹംസയാണ്. ഹംസ എന്ന ചിഹ്നത്തിന്റെ മുകളിൽ ആ നിട്ടാലും അതൊക്കെ ഹംസയാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ഹംസ ഹ ഐന് റൈന് എന്നീ 6 അക്ഷരങ്ങൾ വന്നാൽ ഈ നൂന് വ്യക്തമാക്കേണ്ടതാണ്. വഅൻ അഖീമുസ് സ്വലാത വത്തഖൂഹ്. ഹായിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, മദ് ആരിദ് വന്നു. വഹുവല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. ഇലൈഹി അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു മദ് വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മദ് ഏതാണ്? ഇലൈഹി. ഇവിടെ നിർത്തുമ്പോൾ ഒരു മദ് വരുന്നുണ്ട്. ആ മദ്ദിന്റെ പേര് ഒന്ന് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യാം. وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور مد عارض عالم الغيب والشهادة وهو الحكيم الخبير. റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള യാ വന്നു, അതിന് മുമ്പ് കസർ വന്നാൽ ഖബീർ. റാഇന് തർത്തീക്കാക്കിയാണ് ഓതേണ്ടത്. وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير. وإذ قال إبراهيم لأبيه آزر അവിടെ നീട്ടാനൊന്നുമില്ല. റാഇന് സുക്കൂന് മുമ്പ് നീട്ടാനൊന്നുമില്ല. ആസർ അതത്തഖിദു അസ്നാമൻ ആലിഹ ഹാത്ത മയറിയിട്ട് സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. എന്നാൽ അതത്തഖിദു അസ്നാമ എന്നുള്ളത് നിർത്തുകയാണ്. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്തുള്ളടത്ത് അസ്നാമ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. എന്നാൽ ആലിഹത എന്ന് പറയില്ല. ഹാത്താവ് മാറ്റമുണ്ട്. നേരത്തെ പറഞ്ഞു ഹാത്തായിനെ മാറ്റി സുക്കൂണിൽ ഹ ആക്കി മാറ്റണം. അവിടെ പിന്നെ തെൻവീനുണ്ടോ തെൻവീനില്ല എന്നൊന്നും നോക്കണ്ട. ഹാത്ത ആണെങ്കിൽ അവിടെ സുക്കൂനുള്ള ഹ ആക്കി മാറ്റണം. അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ.
തൻവീനിൻ്റെ ശേഷം മീം വന്നു. ഇവിടെ എന്താണ് നിയമം? തൻവീനിൻ്റെ ശേഷം മീം വന്നാൽ എന്താണ് നിയമം? ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. وكذلك نري إبراهيم ഒന്നുകൂടെ وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا تنوين فتح كوكبا شد الله نون ميم رقم ونكرم فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. ഹംസ നീട്ടണം. ആഫിലീൻ കാരണം ലാമിൻ്റെ ഇടയിൽ വന്നാൽ പിന്നെ നീട്ടാനുള്ളതാണ്. കാരണം ഹംസയ്ക്ക് ശേഷം ഒരു അലിഫുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ വന്നുകൊണ്ട് പിന്നെ ഇതിന് ശേഷമാണല്ലോ അലിഫുള്ളത്. ആ ലാമിൻ്റെ അലിഫുണ്ടല്ലോ. فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي നിർത്തുമ്പോൾ റബ്ബി فلما أفل قال لئن لم يهدني لئن لم നൂനിന് ശേഷം ലാമു റ വന്നാൽ അവിടെ നൂന് പറയാതെ കൂട്ടി യോജിപ്പിക്കും എന്ന് പറഞ്ഞാൽ നൂനിനെ ലാമിലേക്ക് കൊടുത്ത് ലാമിന് കട്ടി കൊടുക്കും. ലഇൻ ലം അവിടെ റ ആണെങ്കിലോ ലഇർ റ എന്നാ പറയാ. ലഇൻ റ എന്ന് പറയരുത്, ലഇൻ റ ആവും പറയരുത്. لئن لم يهدني ربي لأكونن من القوم الضالين. മദ്ദക്ഷരത്തിന് ശേഷം ശബ്ദുൽ അക്ഷരം വന്നാൽ ലാമിന് ശബ്ദുണ്ട്, മദ്ദ ലാസിമാണ്, കൂടുതൽ നീട്ടേണ്ടതാണ്. ലീ എന്നുള്ളിടത്ത് അവിടെ മദ്ദ ആരിതാണ്. നൂനിന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാൻ വന്നു, അവിടെ ലീയൻ എന്ന് പറഞ്ഞ് നീട്ടുക. എന്നാൽ അതിലേറെ നീട്ടേണ്ട ഒരു സംഗതിയാണ് മിനൽ ഖൗമി ളാലിൻ ലഅകൂനന്ന മിനൽ ഖൗമി ളാലിൻ. മദ് ലാസിമാണ്. ആ മദ്ദിന്റെ പേര് മദ് ലാസിമാണ്. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس رأى എന്നുള്ളത് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഷദ് വന്നാൽ സുക്കൂൻ വന്നാൽ നീട്ടാനുള്ള അക്ഷരം ഒഴിവാകും. റഅശംസ ബാസിഗ قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون قال يا قوم إني بريء مما تشركون. ശബ്ദുള്ള മീം രണ്ട് സ്ഥലത്തുണ്ട്. അതിന് മുമ്പ് ശബ്ദുള്ള നൂനുണ്ട്, അതൊക്കെ മണിക്കണം. ഇതിൻ്റെ ഇടയിൽ ബരീ എന്നുള്ള മദ് മുത്തസിലാണ്, അവിടെയും നീട്ടേണ്ടതാണ്. അവിടെ നീട്ടുകയും മറ്റുള്ള സ്ഥലത്ത് മണിക്കുകയും ചെയ്യണം. فلما رأى الشمس بازغة قال هذا ربي هذا أكبر
فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين وما أنا എന്ന് പറയരുത്. ആ അലിഫിന്റെ മുകളിൽ 0 മാർക്ക് ഉണ്ട്, അത് ഉച്ചരിക്കുകയില്ല. وما أنا من المشركين إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين وحاجه قومه. നേരത്തെ പറഞ്ഞ മദ്ദാണ് ഇവിടെ. ഏതാണ് ആ മദ്? ആ മദ് ശ്രദ്ധിച്ച ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം. ഇവിടെ കൂടുതൽ നീട്ടണം. വഹജ്ജഹു ഖൗമുഹു. ആ മദ്ദിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പറയുന്ന പിന്നെ ഓർമ്മയിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻ്റായിട്ട് ആ മദ്ദിന്റെ പേര് മാത്രം അറിയിക്കുക. വഹജ്ജഹു ഖൗമുഹു. ആരെങ്കിലും കമൻ്റ് ഒക്കെ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് സന്തോഷത്തിന് എന്ത് ചെയ്യുക, എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. وحاجه قومه قال أتحاجوني في الله حاجو. രണ്ടും നീട്ടണം, രണ്ടും ഒരേപോലെ നീട്ടണം. നേരത്തെ ഹാജ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 3 സ്ഥലത്തും ഒരേ മദ്ദാണ്. ആ മദ് ഏതാണെന്നുള്ളതാണ് നേരത്തെ ചോദിച്ചത്. ജൂൻ, അതിൻ്റെ ഇടയിൽ നൂനുണ്ട്, ശബ്ദമുള്ള നൂനുണ്ട്, അത് മണിക്കാൻ മറക്കരുത്. ജൂന്ന് മണിക്കണ്ട. ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബിന് എത്തിച്ച് അവരുടെ ഖബറിടം വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് പിന്നെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞിരുന്നു. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടം വെളിച്ചമാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബിനെ എത്തിച്ച് അവരുടെ ഖബറിൽ ഈനാസായി എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി ഭർത്താവിനും ഇടയിൽ നല്ല സ്നേഹത്തോടു കൂടെ കഴിയാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖൽബിൽ നല്ല മഹബ്ബത്ത് പരസ്പരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഇണക്കത്തോടുകൂടെ, നല്ല സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, നല്ല സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാൻ അവർക്കും നമുക്കൊക്കെ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുടുംബത്തിലൊക്കെ നല്ല സ്നേഹബന്ധത്തോടുകൂടെ, നല്ല സൗഹാർദ്ദത്തോടുകൂടെ, നല്ല ഐക്യത്തോടുകൂടെ, നല്ല ഒത്തൊരുമയോടുകൂടെ, ഒരേ മനസ്സോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തആല ഇരുവർക്കും അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഇടയിൽ അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി മകൻ്റെ ഇൻ്റർവ്യൂ പാസ്സാക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ആ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാകാനും നല്ല റാഹത്തുള്ള ഒരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബേ നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ, നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ.
ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഓതിയ വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് ഓരോ ഹർഫിൻ്റെയും മഹത്വം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ദുന്യവിയും മുഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും അതിനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും സന്മനസ്സും സാഹചര്യം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങളൊക്കെ പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون وهو الذي خلق السماوات والأرض بالحق ويوم يقول كن فيكون قوله الحق وله الملك يوم ينفخ في الصور عالم الغيب والشهادة وهو الحكيم الخبير وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون صدق الله العلي العظيم إن شاء الله കഴിയുന്ന ആളുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക.
ലൈക്ക് ചെയ്യാൻ, ബാക്കിയുള്ള ആളുകൾക്ക് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടിയുള്ള ആ ഒരു കാര്യം നിങ്ങളൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാരണം കൊണ്ട് ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.